എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം. വി ഡി സതീശൻ നല്ലത് ചെയ്താലും മോശം ചെയ്താലും അത് ചൂണ്ടിക്കാണിക്കും. പിണറായി വിജയൻ ഭരിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. ഇനി നരേന്ദ്രമോദിയുടെ കാലത്തും അല്ല, അതിപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഊളത്തരം കണ്ട അത് ചോദ്യം ചെയ്യും, നല്ലത് കണ്ടാലും അത് ചൂണ്ടിക്കാണിക്കും. ചോദ്യം ചെയ്യണ്ട, ചൂണ്ടിക്കാണിക്കുന്നുള്ളതാണ്. അപ്പോ അങ്ങനെ ഒരു നിലപാടാണ് എന്റേത്. എന്റെ നിലപാട് ചിലപ്പോൾ താല്പര്യമില്ലാത്ത ആളുകൾ ഉണ്ടാവും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരാളായിരിക്കാം ചിലപ്പോ മുഖ്യമന്ത്രി ആയിട്ട് ഇപ്പൊ ഇരിക്കുന്നത്. അതും കരുതി അദ്ദേഹം ചെയ്യുന്ന എന്തെങ്കിലും മണ്ടത്തരം ഉണ്ടെങ്കിൽ അത് നല്ലതാണ് എന്ന് കരുതിക്കൊണ്ട് മിണ്ടാതിരിക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവനാണ്. മാനവികതയുടെ കാവൽക്കാരനാവണം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എടപ്പാൾ ഓട്ടം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ, സംഘികളെ തുരുതുരാ ഓടിച്ചത് ഓർമ്മ ഉണ്ടാവുമല്ലോ. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന സഖാവാണ് ഞാൻ. അതുകൊണ്ട് തെറ്റ് ചെയ്യുന്നവൻ ഇനി പടച്ച തമ്പുരാനാണെങ്കിലും ചോദ്യം ചെയ്യും. പിണറായി വിജയന്റെ ഭരണകാലത്ത് ഉണ്ടായ പൊട്ടത്തരങ്ങൾ പോലും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പിന്നല്ലേ വി ഡി സതീശൻ. ഒരടിമയായിട്ട് ഞാൻ ഒരിക്കലും നിൽക്കൂല. അങ്ങനെ ഒരു അടിമപ്പട്ടം എനിക്ക് ആരും തരും വേണ്ട. അതിനി പിണറായി വിജയനാണോ, വി ഡി സതീശനാണോ, നരേന്ദ്രമോദിയാണോ, അമിത്ഷയാണോ എന്നൊന്നും നോക്കൂല. പറയേണ്ടത് പറയും. ഓക്കെ. അപ്പോ വെറുതെ തെറ്റിദ്ധരിച്ചിട്ടാണ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാല് പൊക്കോളി. കാരണം എന്താ വെച്ചാല് എല്ലാം പറയണം. നമ്മൾ ജനാധിപത്യ രാജ്യത്താണ് നിൽക്കുന്നത്. ഒരാൾക്ക് അടിമപ്പെടരുത്. അതാദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു വട്ടം പറഞ്ഞ വാക്ക് പിന്നെ മാറ്റി പറയുന്ന പരിപാടിയാണ് നമ്മുടെ ചേട്ടായിക്കുള്ളത്, നമ്മളെ പൂക്കി ഡൂഡിനുള്ളത്. അപ്പൊ ഡബിൾ ഡൂഡ് സിൻഡ്രോം കാണിക്കുമ്പോ അത് ചൂണ്ടിക്കാണിക്കാതെ അടിമയായിട്ടിരിക്കേ എന്തുവാടേ ഇത്. കുറെ ആളുകളുണ്ട് പിണറായി വിജയൻ ഉയിര് എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് അദ്ദേഹം ചെയ്യുന്ന നല്ലതിനെയും ചീത്തതിനെയും ഒരേപോലെ ന്യായീകരിക്കുന്നത്. അതിനെ കുറിച്ചിട്ട് യു ഡി എഫിലെയും ലീഗിലെയും കുറെ ആളുകളൊക്കെ പറയുന്ന വാക്കുകളുണ്ട്, ഇവരെന്താ അടിമയാടേ എന്നുള്ളത്. എന്നാ വി ഡി സതീശന്റെ കാര്യത്തിൽ നിങ്ങൾ അത് തന്നെയല്ലേ ചെയ്യുന്നേ? അപ്പോ ഒരു കാര്യം പറയുന്നുള്ളൂ, നമ്മളുണ്ടല്ലോ നന്മയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ അടിച്ചമർത്തപ്പെടുന്ന ജനതയുടെ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അതിൽ ന്യൂനപക്ഷങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് അടിച്ചമർത്തപ്പെടുന്നത്. അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് എന്റെ കടമയാണത്. ചാവുന്ന വരെ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ രാജ്യം സുരക്ഷിതമായ കരങ്ങളിൽ എത്തുന്നത് വരെ നമ്മൾ പണിയെടുത്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. നമ്മൾ സംസാരിച്ചു കൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈ തൊണ്ടയിലെ വെള്ളം വറ്റുന്ന വരെ സംസാരിച്ചു കൊണ്ടിരിക്കും. കുറെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. എടോ, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊടി പിടിച്ച് ഇൻഖുലാബ് സിന്ദാബ എന്ന് വിളിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി. അതൊന്നുമല്ല, അവരുടെ കൊടിയും പിടിക്കുന്ന പരിപാടിയും ഇല്ല. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ, ഞാൻ പറഞ്ഞല്ലോ, മാനവികതയുടെ കാവൽക്കാരനാ, മനുഷ്യന്മാർക്ക് വേണ്ടി നിലകൊള്ളുന്ന. അതേപോലെ സഹജീവികള്, ചുറ്റിലുള്ള ജീവികളെ, അവർക്ക് വേണ്ടി കൂടെ നിൽക്കുന്ന ആളുകളായിരിക്കണം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ. അതിന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഈ കാലഘട്ടത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാ ഇല്ല. വിരലെണ്ണാവുന്ന ആളുകളെ ഉള്ളൂ. അതിൽ എന്നെയും കൂടി പെടുത്തടേ, അത്രേ പറയുന്നുള്ളൂ. അപ്പോ കുറെ ആളുകൾ ഇപ്പൊ കിടന്നിട്ട് കുരയ്ക്കുന്നുണ്ടേ, അതായത് നീ അതല്ലേ ഇതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. പല സംഘികളും വന്ന് ചോദിക്കുന്നുണ്ട്, നീ അതല്ലേ ഇതല്ലേ എന്നുള്ളത്. സംഘികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ നിങ്ങളുടെ ശത്രു തന്നെയാണ്. ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. കാരണം എന്തുകൊണ്ടെന്നറിയോ? നന്മ എന്നൊരു സാധനം പറയുന്നില്ല. കൂടെ നിൽക്കുന്ന ന്യൂനപക്ഷങ്ങളെ ചേർത്ത് വെക്കാൻ നിങ്ങൾ തയ്യാറല്ല. 3 വോട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ വെറുതെ കാട്ടുന്ന നാടകം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നോർത്ത് ഇന്ത്യയിൽ ഇന്ന് ഇപ്പൊ ഞാൻ വീട് ചെയ്യുന്ന ഈ പുലരാങ്കാലത്ത് പോലും അവിടെ ആക്രമിക്കപ്പെടുന്ന മുസ്ലിങ്ങൾ, അതിലൊക്കെ ക്രൈസ്തവരുണ്ട് എന്നുള്ളതാണ്. അവരുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്, നിങ്ങളുടെ കൂടെ അല്ല കേട്ടോ. അതാദ്യം മനസ്സിലാക്കുക. അപ്പോ വിളിച്ചു പറയേണ്ടത് വിളിച്ചു പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവൂല. അതുകൊണ്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടെ കൂടാൻ തന്റെ ഇടമുള്ള നട്ടെല്ല് പണയാൻ വെക്കാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടെങ്കിൽ കൂടെ കൂടിക്കോളി. സുല.